ഹലോ, ഗുഡ് മോർണിംഗ്. എന്തുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖമല്ലേ? അപ്പോൾ നമുക്ക് ഇന്നത്തെ യൂണിവേഴ്സൽ ഗൈഡൻസ് എന്താണെന്ന് നോക്കാം. ഇന്നത്തെ ദിവസം എങ്ങനെയുണ്ട്, എന്തെല്ലാം കാര്യങ്ങൾ ശ്രദ്ധിക്കണം, എന്തെല്ലാം എനർജീസ് ആണ് ഇന്നുള്ളത് നോക്കാം. എന്താണ് ഇന്നത്തെ ഗൈഡൻസ്, എന്താണ് ഇന്നത്തെ എനർജി, എന്താണെന്ന് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെന്ന് നോക്കാം. പോസിറ്റീവ് ആയിട്ടിരിക്കണേ, ഗ്രാറ്റിറ്റ്യൂഡ് പറഞ്ഞുകൊണ്ടിരിക്കണം, പോസിറ്റീവ് ആയിട്ടിരിക്കണം. ഓക്കെ, നോക്കാം ഇന്നത്തെ യൂണിവേഴ്സൽ ഗൈഡൻസ്. ഫസ്റ്റ് കാർഡ് വന്നിട്ട് 10 ഓഫ് പെൻറ്റക്കിൾസ് ആണ്. ഇത് ഫാമിലി റീയൂണിയൻ ഉണ്ട്, അല്ലെങ്കിൽ ഫാമിലിയോടൊപ്പം സമയം സ്പെൻഡ് ചെയ്യുന്നു എന്നാണ്. ഫാമിലിയോടൊപ്പം നിങ്ങൾ പുറത്ത് പോകുന്നുണ്ടായിരിക്കും, പൈസ സ്പെൻഡ് ചെയ്യുന്നുണ്ടാവും. ഇത് പല സോഴ്സിൽ നിന്ന് പണം വരുന്നു എന്നതിനും നിങ്ങളിൽ നിന്ന് പണം പോകാൻ സാധ്യതയുണ്ടെന്നുള്ള ഒരു എനർജിയാണ് ഈ 10 ഓഫ് പെൻറ്റക്കിൾസ് എന്ന് പറയുന്നത്. ഇത് നമ്മൾ എന്താ പറയുമ്പോൾ, നമുക്ക് ഇപ്പോൾ ഒരു പണത്തിൻ്റെ വിനിമയം എന്ന് പറയുന്നത്, നമ്മൾ പൈസ പേഴ്സിൽ നിന്ന് പൈസ എടുത്ത് നമ്മൾ പൈസ എണ്ണി കൊടുക്കുമ്പോൾ നമുക്ക് ആ പൈസ നമ്മൾ ട്രാൻസ്ഫർ ചെയ്യുവാണ് മറ്റൊരാളിലേക്ക്. ആ മണി എനർജി നമ്മൾ ട്രാൻസ്ഫർ ചെയ്യുന്നത് നമ്മൾ ഫിസിക്കലാണ്. അപ്പോൾ നമുക്ക് പെട്ടെന്ന് മനസ്സിലാവും നമ്മുടെ കയ്യിൽ ഇത്രയും പൈസ ഉണ്ടായിരുന്നു, അത് നമ്മൾ ട്രാൻസ്ഫർ ചെയ്യുകയാണ്. അപ്പോൾ നമ്മൾ ബോധേഡാണ്, എൻ്റെ കയ്യിൽ ഇത്ര രൂപ ഉണ്ടായിരുന്നു, ഇത്ര കൊടുത്തു, ബാക്കി ഇത്ര ഉണ്ട് എന്നുള്ളൊരു ഒരു ബോധം നമുക്കുണ്ടാവും. പക്ഷേ നൗഡേയ്സ് നമുക്ക് എല്ലാവർക്കും ഗൂഗിൾ പേ ഉണ്ട്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നത് വെച്ചാൽ, പൈസ നമ്മളിങ്ങനെ പേ ചെയ്തുകൊണ്ടിരിക്കും, നമ്മൾ അറിയത്തില്ല പൈസ നമ്മുടെ കയ്യിൽ നിന്ന് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ, ഒരു പർച്ചേസിങ്ങിന് പോകുമ്പോൾ നിങ്ങൾ ഇത്ര രൂപയ്ക്ക് ഞാൻ പർച്ചേസ് ചെയ്യും എന്നൊരു ലിമിറ്റ് സെറ്റ് ചെയ്തിട്ട് മാത്രമേ പോകാൻ പാടുള്ളൂ. ഇല്ലെങ്കിൽ ഇതായിരിക്കും അവസ്ഥ. ഇങ്ങനെ കൊച്ചു തുകയായിട്ടാണെങ്കിൽ പോലും 10 ഇടത്ത് പോകുമ്പോൾ വലിയൊരു തുകയാകും അത്. അപ്പോൾ അത്തരത്തിലുള്ള ഫിനാൻഷ്യൽ ലോസ് ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ഇന്ന് പർച്ചേസിങ്ങിനൊക്കെ പോകുന്നുണ്ടെങ്കിൽ സൂക്ഷിക്കണം. അതുപോലെ നിങ്ങൾ പേയ്മെൻറ്റുകൾ ചെയ്യുമ്പോൾ സൂക്ഷിക്കണം. ഇത് ഫിനാൻഷ്യൽ അബണ്ടൻസിൻ്റെ കാർഡാണ്. പല സോഴ്സിൽ നിന്ന് പണം വരും എന്ന് പറയുന്നുണ്ട്. ഫാമിലിയോടൊപ്പമാണ് സമയം സ്പെൻഡ് ചെയ്യുന്നത് കാണുന്നുണ്ട്. ഫാമിലിക്ക് വേണ്ടി പണം സ്പെൻഡ് ചെയ്യാനും ഫാമിലിയിൽ നിന്ന് പണം കിട്ടാനും സാധ്യതയുണ്ടെന്നാണ് ഈ 10 ഓഫ് പെൻറ്റക്കിൾസ് പറയുന്നത്. ഓക്കെ, ഇതേ നിങ്ങൾ ഫാമിലി ആണെങ്കിലും റിലേഷൻഷിപ്പ് ആണെങ്കിലും അവിടെ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ ഉണ്ട്. നിങ്ങളെക്കാൾ മുതിർന്ന ഒരാളായിരിക്കും. നിങ്ങളുടെ റിലേഷൻഷിപ്പിലേക്ക് നോക്കിയിരിക്കുന്ന മുതിർന്ന ആളുകളുണ്ട്. അവരെക്കുറിച്ചൊക്കെ നിങ്ങൾക്കൊരു ധാരണ ഇന്നേ ദിവസം വരാൻ സാധ്യതയുണ്ട്. റിലേഷൻഷിപ്പിലേക്ക് നോക്കിയിരിക്കുന്ന മറ്റാളുകളുടെ സാന്നിധ്യമുണ്ട് എന്ന് നിങ്ങൾക്ക് ചിലപ്പോൾ എന്ന് മനസ്സിലാകാൻ സാധ്യതയുള്ളൊരു ദിവസമാണ്. വീണ്ടും ഏസ് ഓഫ് പെൻറ്റക്കിൾസ് ആണ്, പെൻറ്റക്കിൾ എനർജിയാണ്, ഫിനാൻഷ്യൽ അബണ്ടൻസിൻ്റെ കാർഡാണ്. ധാരാളമായ പണം വരും എന്ന് കാണുന്നുണ്ട്. അതുപോലെ ഫ്യൂച്ചറിലേക്ക് പണം കിട്ടുന്ന എന്തെങ്കിലും ഒരു സോഴ്സ് ഓഫ് ഇൻകം നിങ്ങൾ ഇന്നേ ദിവസം സ്റ്റാർട്ട് ചെയ്യുക, ജനറേറ്റ് ചെയ്യുക എന്ന് കാണുന്നുണ്ട്. ഇതിൻ്റെ ഒരു ആശയമായിരിക്കും നിങ്ങളുടെ മനസ്സിൽ വരുന്നത്. ഞാൻ ഇങ്ങനെ ചെയ്താൽ എനിക്ക് പണം കിട്ടുമല്ലോ, അപ്പോൾ ഞാൻ അങ്ങനെ ചെയ്താലോ എന്നൊരാശയം മനസ്സിലേക്ക് വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ നിങ്ങൾ അതുമായിട്ട് ആ ആശയവുമായിട്ട് മുന്നോട്ട് പോകാൻ സാധ്യതയുണ്ട്. ഫിനാൻഷ്യൽ അബണ്ടൻസിൻ്റെ ഇതാണ്. അതുപോലെ മണി മാനിഫെസ്റ്റ് ചെയ്യാന്നുള്ളൊരു എനർജി ഉണ്ട്. അപ്പോൾ ഇന്ന് പെൻറ്റക്കിൾ എനർജീസ് കൂടുതലായതുകൊണ്ട് നിങ്ങൾ ഈ വീഡിയോ കാണുമ്പോൾ തന്നെ മണി ഹോപ്പനൊപ്പനോ ചൊല്ലണം. അതായത് പണത്തിനോട് നമ്മൾ എന്തെങ്കിലും നീതിയില്ലായ്മ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന് നമ്മൾ ക്ഷമ ചോദിക്കണം. ഡിയർ മണി, പ്ലീസ് ഫോർഗീവ് മീ, ഐ ആം സോറി, ഐ ലവ് യു, താങ്ക് യു. ഈ മണി ഹോപ്പനൊപ്പനോ ചൊല്ലണം. അതുപോലെ പണത്തിനോട് നമ്മൾ സംസാരിക്കുക. ഈ മണി എനർജി എനിക്ക് വളരെ ഇഷ്ടമാണ്, എന്നിലേക്ക് വന്നതിന് നന്ദി. നമ്മളിപ്പോൾ പണം ട്രാൻസ്ഫർ ചെയ്യുന്ന സമയത്ത്, പണം കൊടുക്കുന്ന സമയത്ത് പോയിട്ട് ഇരട്ടിയായി തിരിച്ച് എന്നിലേക്ക് തന്നെ വരണം എന്ന് പണം എന്ന് പറയുന്ന ആ എനർജിയോട് നമ്മൾ കൺവേഴ്സ് ചെയ്തുകൊണ്ടിരിക്കുക. അപ്പോൾ ഇന്നേ ദിവസം നിങ്ങൾക്ക് ഫിനാൻഷ്യൽ അബണ്ടൻസ് വരാൻ സാധ്യതയുണ്ട്. ഒരാളിൽ നിന്ന് ഹെൽപ്പ് കിട്ടാൻ സാധ്യതയുണ്ട്, ഫിനാൻഷ്യലി ഒരു ഹെൽപ്പ് കിട്ടാൻ സാധ്യതയുണ്ട്. നിങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിലുള്ള ഗിഫ്റ്റുകൾ, ഫിനാൻഷ്യലായിട്ടുള്ള ഗിഫ്റ്റ് ആയിരിക്കാം, അല്ലെങ്കിൽ നിങ്ങൾ ആഗ്രഹിച്ച പോലുള്ള മൂല്യമുള്ള പ്രഷ്യസ് ആയിട്ടുള്ള എന്തെങ്കിലും ഗിഫ്റ്റുകളൊക്കെ നിങ്ങൾക്ക് കിട്ടാൻ സാധ്യതയുള്ളതായിട്ടാണ് ഈ ഏസ് ഓഫ് പെൻറ്റക്കിൾസ് പറയുന്നത്. അതുപോലെ നിങ്ങളൊരു കമ്മിറ്റ്മെൻ്റ് ഇല്ല, ഒരാൾക്ക് നിങ്ങളോട് കമ്മിറ്റ്മെൻ്റ് ഇല്ല എന്നാണ് നിങ്ങൾ വിചാരിക്കുന്നതെങ്കിൽ അങ്ങനെ ഒരു കമ്മിറ്റ്മെൻറ്റ് കിട്ടാൻ സാധ്യതയുണ്ട്. അതായത് നമ്മൾ വാക്ക് പറയുക എന്നൊക്കെ പറയത്തില്ല, അതായത് നിങ്ങളോട് ചില ആളുകൾ സത്യമായിട്ട് ഞാൻ ഇന്ന കാര്യം ചെയ്യാം എന്നൊരു വാക്ക് പറയാനൊക്കെ സാധ്യതയുള്ളതാണ് ഈ ഏസ് ഓഫ് പെൻറ്റക്കിൾസിൻ്റെ എനർജി. കൊള്ളാമല്ലോ. എംപ്രസ് ആണ്. വളരെ പോസിറ്റീവായിട്ടുള്ളൊരു ദിവസമാണ്. ഫെമിനൈൻ എനർജി വളരെ കൂടുതലായിരിക്കും. ഒരു മദർലി അഫെക്ഷൻ എല്ലാവരോടും കൂടുതലായിരിക്കും. അതുപോലെ വളരെ ഭാഗ്യമുള്ള ദിവസമാണ്. അതുപോലെ നിങ്ങളുടെ ഒരു ലുക്ക്, നിങ്ങളുടെ ഒരു പ്രസൻറ്റേഷൻ, നിങ്ങളുടെ ഒരു പ്രസൻസ് എന്ന് പറയുന്നത് മറ്റുള്ളവരാൽ അട്രാക്റ്റ് ചെയ്യപ്പെടും.
നിങ്ങളെ ആളുകൾ ശ്രദ്ധിക്കും. നിങ്ങൾ ഒരു സെൻറ്റർ ഓഫ് അട്രാക്ഷനായി വരും. നിങ്ങൾ എവിടെ പോയാലും നിങ്ങളായിരിക്കും ഒരു ആളുകളുടെ ഒരു ഫോക്കസ് പറഞ്ഞത് നിങ്ങളായിരിക്കും. നിങ്ങളോട് വളരെ ഒരു ആകർഷണത്വം മറ്റുള്ളവർക്ക് തോന്നാൻ സാധ്യതയുണ്ട്. നിങ്ങളാണെങ്കിലും വളരെ ഭംഗിയായിട്ടായിരിക്കും ഇന്ന് മേക്കപ്പ് ഒക്കെ ചെയ്ത് ആഡ് ഓൺ ചെയ്തിട്ടായിരിക്കും നിങ്ങൾ പുറത്തൊക്കെ പോകുന്നുണ്ടെങ്കിൽ തന്നെ പോകാനായിട്ട് അത് പോകുന്നതും അങ്ങനെ ആയിരിക്കും. നിങ്ങൾക്ക് അതിനുള്ള കോംപ്ലിമെൻറ്റ്സ് ഒക്കെ കിട്ടാനും സാധ്യതയുണ്ട്. ഓക്കെ, ഇത് ഈ എംപ്രസിൻ്റെ എനർജി എന്ന് പറഞ്ഞാൽ ഫെർട്ടിലിറ്റിയുടെയും ക്രിയേറ്റിവിറ്റിയുടെയും കൂടെ കാർഡാണ്. അപ്പോൾ പ്രഗ്നൻസി റിവീൽഡ് ആവുക, അതുപോലെ ഫിസിക്കലായിട്ടുള്ള താല്പര്യങ്ങൾ കൂടുതൽ തോന്നുക, അങ്ങനെയുള്ളൊക്കെ ഒരു എനർജി ഉണ്ട് ഈ എംപ്രസിൻ്റെ കാർഡിന്. അതുപോലെ ക്രിയേറ്റീവായിട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങൾ നിങ്ങളിൽ നിന്ന് തുടങ്ങുന്നതായിരിക്കും, അല്ലെങ്കിൽ വളരെ ക്രിയേറ്റീവായിട്ടുള്ള കാര്യങ്ങൾ നിങ്ങളിന്ന് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് തന്നെ തോന്നുമോ എനിക്കിതൊക്കെ ചെയ്യാൻ പറ്റുന്നുണ്ടല്ലോ എന്ന് ഓർത്ത് നിങ്ങൾ തന്നെ ഒരു സന്തോഷം അനുഭവിക്കുക എന്ന് പറയുന്നില്ലേ, ആത്മാഭിമാനം കൊള്ളുക എന്നൊക്കെ പറയുന്ന ആ ഒരു എനർജിയിലേക്കൊക്കെ വരാൻ സാധ്യതയുള്ളതായിട്ട് കാണുന്നുണ്ട്. അതുപോലെ തന്നെ ആളുകൾ നിങ്ങളെക്കുറിച്ച് മോശമൊക്കെ പറയുന്നുണ്ട് എന്ന് നിങ്ങൾക്ക് തോന്നും. നിങ്ങൾ വിചാരിക്കും അവരങ്ങനെ ആയിരിക്കും ഇങ്ങനെ ആയിരിക്കും പറയുന്നതെന്ന് നിങ്ങൾക്ക് തോന്നാൻ സാധ്യതയുണ്ട്. ചിലപ്പോൾ മറ്റുള്ളവരങ്ങനെ പറയുന്നുണ്ടാവാനും സാധ്യതയുണ്ട്. അത് നിങ്ങൾ അറിയാനും സാധ്യതയുണ്ട്. ഡിഫമേഷൻ്റെ കാർഡും കൂടെയാണ് എംപ്രസ് കേട്ടോ. ദെൻ 8 ഓഫ് കപ്സ് ആണ്, ഇമോഷണൽ ഡിറ്റാച്ച്മെൻ്റ് ആണ്. അതായത് ഒരാൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ആളായിരിക്കും, ഇഷ്ടമില്ലാത്ത ആളായിരിക്കും. നിങ്ങൾക്ക് ഇന്ന് അവരോട് എന്തോ ഒരു ഇമോഷണൽ ഡിറ്റാച്ച്മെൻറ്റ് തോന്നാൻ സാധ്യതയുണ്ട്. അപ്പം നിങ്ങളെ ആരെങ്കിലും വളരെ സ്നേഹത്തോട് അപ്രോച്ച് ചെയ്യുവാണെങ്കിൽ തന്നെ നിങ്ങൾ അവരെ നിരസിക്കാനാണ് സാധ്യത. നിങ്ങൾ അവരോടൊരു താല്പര്യം കാണിക്കാതിരിക്കാനാണ് സാധ്യത. നിങ്ങൾ അവരെ അവോയ്ഡ് ചെയ്യാനും നിങ്ങൾ അവരെ ഇമോഷണലി പൂർണ്ണമായും അവോയ്ഡ് ചെയ്യാനുമാണ് സാധ്യത. കാരണം നിങ്ങളിവിടെ ഹേർട്ടായിട്ടുള്ള ആളുകളാണ്. അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇനിയൊരു പ്രതീക്ഷ ഇല്ലാത്തതുപോലെ നിങ്ങൾ മുന്നോട്ട് പോയിട്ടുണ്ടാവും. അപ്പോൾ നിങ്ങൾക്ക് ആ ഒരു സെനാരിയോയിൽ നിന്ന് നിങ്ങൾ മൂവ് ഓൺ ചെയ്തു. നിങ്ങൾ ഒരുപാട് കാലം ഇവർ കാത്തിരുന്നിട്ടുണ്ടാവും, പക്ഷേ ഇവർ വന്നിട്ടുണ്ടാവത്തില്ല. ഇപ്പോൾ അവർ വരുന്നുണ്ടാവും, അപ്പോൾ നിങ്ങൾക്ക് അവരെ ആവശ്യമില്ല. അപ്പോൾ നിങ്ങൾ മൂവ് ഓൺ ചെയ്യുന്നതായിട്ടാണ് കാണുന്നത്. നിങ്ങൾക്ക് ആ ഒരു ഇമോഷണൽ കംഫർട്ട് ഇനി ആവശ്യമില്ല എന്ന് നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ അത് വേണ്ടാന്ന് വെച്ചിട്ട് മുന്നോട്ട് പോകുന്നു എന്നാണ്. അപ്പം ഇവിടെ ഒരു ലെറ്റ് ഗോ ചെയ്യുകയാണ്. നിങ്ങൾ കാത്തിരുന്നിട്ട് കിട്ടാത്തത് കൊണ്ട് നിങ്ങളതിനെ ലെറ്റ് ഗോ ചെയ്ത് പോകുന്നതായിട്ടാണ് ഈ 8 ഓഫ് കപ്സിൻ്റെ എനർജി പറയുന്നത്. 4 ഓഫ് സോഡ്സ് ഉണ്ട്. ഇതേ നമ്മൾ ഈ ചില സാഹചര്യങ്ങൾ വന്നിട്ട് നമ്മളിങ്ങനെ നംഡായി പോകത്തില്ലേ, അതായത് എന്ത് ചെയ്യണമെന്നറിയാതെ ഇങ്ങനെ സ്റ്റക്കായി പോവുക, ഒരു തീരുമാനം എടുക്കാൻ പറ്റാതിരിക്കുക, ആലോചിക്കാൻ പോലും ചില കാര്യങ്ങളൊന്നും ആലോചിച്ചാൽ ഒരു അന്തവും കിട്ടത്തില്ലാത്തൊരു അവസ്ഥയില്ലേ, അതാണ് ഈ 4 ഓഫ് സോഡ്. അതായത് നംഡാണ്, നമ്മൾ ഇനാക്റ്റീവാണ്, ഒരു ഡെഡ് സൈലൻ്റ് ആയിരിക്കുന്ന അവസ്ഥയാണ്. ചിലപ്പോൾ മേ ബി അത് ഫിസിക്കലി നമുക്ക് ശാരീരികമായ ബുദ്ധിമുട്ടുകളുള്ളത് കൊണ്ടായിരിക്കാം, അല്ലെങ്കിൽ ഭയങ്കര ടയേർഡ് ആയതുകൊണ്ടായിരിക്കാം, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സർജറി പോലുള്ള കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ റെസ്റ്റ് എടുക്കുന്ന എനർജി ആയിരിക്കാം, അല്ലെന്നുണ്ടെങ്കിൽ ഒരു വീഴ്ചയൊക്കെ കഴിഞ്ഞ് കിടക്കുന്നവരായിരിക്കാം. ഇങ്ങനെയുള്ള ഒരു എനർജി കാണുന്നുണ്ട്. അപ്പോൾ ഇന്ന് അതൊക്കെ ഒന്ന് സൂക്ഷിക്കുന്നത് നല്ലതായിരിക്കും. വീഴാതെ സൂക്ഷിക്കുക, വണ്ടി ഓടിക്കുന്നവർ വണ്ടിയിൽ നിന്ന് വീഴാതെ, വണ്ടി ആക്സിഡൻറ്റ് ഉണ്ടാകാതെയൊക്കെ സൂക്ഷിക്കുക. മരണം കേൾക്കാനൊക്കെ ചിലപ്പോൾ സാധ്യതയുണ്ട്. അതുപോലെ നിങ്ങൾക്ക് ഭയങ്കര എക്സോസ്റ്റഡ് ആണ് നിങ്ങൾ ഭയങ്കര ടയേർഡ് ആണെങ്കിൽ നിങ്ങൾ റെസ്റ്റ് എടുക്കണം. പിന്നെ ഈ മുറിവുകളൊക്കെ ശരീരത്തിൽ ആയുധങ്ങളൊക്കെ കൊണ്ട് മുറിവുകളൊക്കെ ഉണ്ടാകാനുള്ള സാധ്യത ഉണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് സൂക്ഷിക്കുന്നത് നല്ലതായിരിക്കും കേട്ടോ. ഈ പുറം വേദനയും കാലുവേദനയും നടുവേദനയൊക്കെ ഇല്ലേ, അതൊക്കെ ഉള്ളവർ അത് പെട്ടെന്ന് തന്നെ ഹോസ്പിറ്റലിൽ പോയിട്ട് മരുന്ന് വാങ്ങിക്കുന്നതാണ് നല്ലത്. അതൊക്കെ ഈ കുറേയൊക്കെ നമ്മുടെ മെൻ്റൽ സ്ട്രെസ് കൊണ്ടായിരിക്കും, കുറേയൊക്കെ നമുക്ക് നമ്മളായിട്ട് തന്നെ ഉണ്ടാക്കുന്നതായിരിക്കും കേട്ടോ. ഈ ബാക്ക് പെയിൻ എന്ന് പറയുന്നത് ഇത് കിടക്കുന്ന ആളായതുകൊണ്ടാണ്. ഈ ബാക്ക് പെയിൻ എന്ന് പറയുന്നത് പലരും ബാക്ക് പെയിൻ്റെ റീസൺ നട്ടലിൻ്റെ കണ്ണി അകലുന്നതുകൊണ്ടാണ്, അല്ലെങ്കിൽ ഇതാണെന്നൊക്കെ വിചാരിക്കും. അതിനകത്ത് വേറൊരു വളരെ സിമ്പിളായിട്ടുള്ളൊരു കാരണം എന്ന് പറയുന്നത്, വളരെ വണ്ണം ഉണ്ടായിരുന്ന ആളുകൾ, വളരെ തടി ഉണ്ടായിരുന്ന ആളുകൾ, ഒബീസായിരുന്ന ആളുകൾ പെട്ടെന്ന് വെയിറ്റ് കുറയ്ക്കുവാണെങ്കിൽ അവർക്ക് ബാക്ക് പെയിൻ ഉണ്ടാവും. ഈ നല്ല മെലിഞ്ഞിരുന്നിട്ട് തടി വെക്കുന്ന ആളുകളും ബാക്ക് പെയിൻ ഉണ്ടാവും. അപ്പം നിങ്ങളെ സംബന്ധിച്ച് നിങ്ങൾ നടുവേദനയാണ്, പക്ഷേ എത്ര മരുന്ന് കഴിച്ചിട്ടും കുറയുന്നില്ല എന്നാണ് നിങ്ങളുടെ പ്രശ്നമെങ്കിൽ ഈ 4 ഓഫ് സോഡ് കണ്ടുകൊണ്ട് പറയാണ്, അതാണ് നിങ്ങളുടെ ഇഷ്യൂ എങ്കിൽ നിങ്ങൾ മനസ്സിലാക്കുക, നിങ്ങളുടെ ബോഡിക്ക് ഒരു പോസ്റ്റർ ഉണ്ട്, നിങ്ങളുടെ ബോഡിക്ക് ഒരു ബാലൻസ് ഉണ്ട്. ആ ബാലൻസ് ചിലപ്പോൾ നിങ്ങൾ കുറേ വർഷം കൊണ്ട് ഒരു വെയിറ്റിലായിരിക്കും നിൽക്കുന്നത്. അതിൽ നിന്ന് കൂടുകയോ കുറയുകയോ ചെയ്താൽ നിങ്ങൾക്ക് ബാക്ക് പെയിൻ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അപ്പോൾ ബാക്ക് പെയിൻ്റെ കാരണം കണ്ടുപിടിക്കാൻ നടക്കുന്നവർ ഇത് നിങ്ങളുടെ കാരണമാണോ എന്നൊന്ന് സൂക്ഷിക്കുന്നത് നല്ലതായിരിക്കും. കാരണം ഒരുപാട് മരുന്ന് കഴിച്ചിട്ടും ബാക്ക് പെയിൻ കുറഞ്ഞില്ല എന്ന് പറയുന്ന ആളുകളുണ്ട്.
അപ്പോൾ അവരോട് ഇതും ഒരു റീസൺ ആയിരിക്കാൻ സാധ്യതയുണ്ട്. ഓക്കെ. അതുപോലെ യൂറിനറി ഇൻഫെക്ഷൻ പോലുള്ള യൂറിനൽ ബന്ധപ്പെട്ടുള്ള അസുഖങ്ങൾ വരുമ്പോഴും ബാക്ക് പെയിൻ വരാൻ സാധ്യതയുണ്ട്. നമ്മൾ ചിലപ്പോൾ അത് ഓർത്തോയിലായിരിക്കും പോയി കാണുന്നത്, അത് സൂക്ഷിക്കണം. ഈ ഫോറോസ്വോർഡ് ബാക്ക് പെയിനിൻ്റെ കാർഡാണ്. ബാക്ക് പെയിൻ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ബാക്ക് പെയിനോ കേട്ടോ, വേദന ഉണ്ടാകാം. കഫക്കെട്ട് മൂലമുള്ള ബാക്ക് പെയിൻ അല്ല, പുറം വേദന ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ഓക്കെ. ദെൻ സ്റ്റാർ കാർഡാണ്. വളരെ പ്രതീക്ഷയുള്ള ദിവസമാണ്. വളരെ കാമായിട്ടിരിക്കാൻ പറ്റും. ശുഭപ്രതീക്ഷയോടുകൂടി ഇരിക്കാൻ പറ്റും. നിങ്ങൾ ഒരുപാട് വേദനയിലായിരിക്കും ഇരിക്കുന്നത്, പക്ഷേ എവിടേക്കോ ഒരു പ്രകാശത്തിൻ്റെ കണിക അല്ലെങ്കിൽ നല്ലത് വരുമെന്നുള്ളൊരു പ്രതീക്ഷയൊക്കെ ഉള്ളതുപോലെ കാണുന്നുണ്ട്. അതുപോലെ നിങ്ങളിന്ന് എന്തെങ്കിലുമൊക്കെ പുതിയ കാര്യങ്ങൾ ഇപ്പം നട്ടുപിടിപ്പിക്കുക, പുതിയ പെറ്റ്സിനെ വാങ്ങിക്കുക. നിങ്ങൾ വീട്ടിലേക്ക് പുതിയ പെറ്റ്സിനെ വാങ്ങിക്കുക, അല്ലെങ്കിൽ പുതിയ ചെടികൾ, പുതിയ ഫ്രൂട്ട് പ്ലാന്റ്സ് ഒക്കെ പ്ലാന്റ് ചെയ്യുക, അല്ലെങ്കിൽ ഓൾറെഡി നിൽക്കുന്ന ഫ്രൂട്ട് പ്ലാന്റ്സിനെ ഒന്ന് റിജുവനേറ്റ് ചെയ്യാൻ ശ്രമിക്കുക, ചെടികളെ റിജുവനേറ്റ് ചെയ്യാൻ ശ്രമിക്കുക, വീട് അലങ്കരിക്കുക. അങ്ങനെയൊക്കെയുള്ളൊരു എനർജിയാണ് ഈ സ്റ്റാർ. അതായത് നിങ്ങൾ എവിടെയാണോ നിർത്തിയത്, നിങ്ങൾ നേരത്തെ വളരെ പാഷനേറ്റ് ആയിട്ട് ചെയ്തിരുന്ന കാര്യങ്ങൾ നിങ്ങൾ ഇടയ്ക്ക് വെച്ച് നിർത്തിയിട്ടുണ്ടാവും. ആ കാര്യങ്ങൾ നിങ്ങളിന്ന് വീണ്ടും റീസ്റ്റാർട്ട് ചെയ്യാൻ സാധ്യതയുണ്ട്. അതായത് നിങ്ങളൊരു പുതിയ പ്രതീക്ഷയിലേക്ക് പോവുകയാണ്. അപ്പോൾ പുതിയ പ്രതീക്ഷയ്ക്ക് ഓരോ ചിലപ്പോൾ തോന്നും ഇങ്ങനെയാണ് നമ്മൾ ലൈഫ് തിരിച്ചു പിടിക്കുന്നതെന്ന് വിചാരിച്ചിട്ട് ആ കാര്യമായിരിക്കും ചെയ്യുന്നത്. അപ്പം നിങ്ങൾ എവിടെയാണോ നിർത്തിയ ചില കാര്യങ്ങൾ അവിടെ നിങ്ങളൊന്ന് റീസ്റ്റാർട്ട് ചെയ്യുന്നതായിട്ട് കാണുന്നുണ്ട്. വളരെ പ്രതീക്ഷയോട് കൂടി ഇരിക്കുക, പുതിയ തുടക്കം ഉണ്ടാകുക എന്നൊക്കെയാണ് ഈ സ്റ്റാർ കാർഡിൻ്റെ മീനിങ്. ദെൻ കിങ് ഓഫ് കപ്സ് ആണ്. നിങ്ങൾക്ക് ആരോടൊക്കെയോ വളരെ സ്നേഹമാണ്, പക്ഷേ ആ സ്നേഹമുള്ള ആ വ്യക്തിയുമായിട്ട് നിങ്ങൾക്ക് മാനസികമായിട്ട് അടുപ്പം ഉണ്ടായിരിക്കില്ല, അകലമായിരിക്കാം. നിങ്ങൾക്കിടയിൽ കോൺഫ്ലിക്റ്റുകൾ ഉണ്ടായിരിക്കാം, നിങ്ങൾക്കിടയിൽ വളരെ ടർബുലൻ്റ് ആയിട്ടുള്ള പ്രശ്നങ്ങളുണ്ടായിരിക്കാം. പക്ഷേ നിങ്ങൾക്കുള്ളിൽ അവരോട് സ്നേഹമാണ്. ആ സ്നേഹം നിങ്ങളിന്ന് പ്രകടിപ്പിക്കുന്നില്ല എന്നാണ്. ഇന്ന് നിങ്ങൾ സ്നേഹമുണ്ട് എങ്കിൽ ആ സ്നേഹം പ്രകടിപ്പിക്കണം എന്നാണ് പറയുന്നത്. ഗൈഡൻസ് ആണല്ലോ. അപ്പോൾ നിങ്ങൾ സ്നേഹം പ്രകടിപ്പിക്കുക, നിങ്ങൾ ഇമോഷണലി സ്റ്റേബിളായിട്ടിരിക്കുക, മച്ചുറായിട്ട് ബിഹേവ് ചെയ്യുക, ഇമ്മച്ചുറായിട്ട് ബിഹേവ് ചെയ്യരുത്. നിങ്ങളുടെ പ്രായത്തിനനുസരിച്ചുള്ള പക്വത കാണിക്കുക. ചില വാക്കുകൾ, ചില കാര്യങ്ങൾ നമ്മൾ ചില ആളുകളോട് പറയേണ്ട ആവശ്യമില്ല. നമ്മൾ ചില കാര്യങ്ങൾ പറയേണ്ട ആവശ്യമേ ഇല്ല. അപ്പോൾ സംസാരിക്കുമ്പോൾ ആലോചിക്കും, ഞാനിപ്പോൾ ഇത് പറയുന്നത് കൊണ്ട് എനിക്കോ അയാൾക്കോ പ്രയോജനമുണ്ടോ, ഇല്ലെങ്കിൽ നമ്മളത് പറയണ്ട. എപ്പോഴും നമ്മളിങ്ങനെ ബ്ലാ 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 എന്ന് വെക്കേണ്ട ആവശ്യം ഇല്ല. സംടൈംസ് വി ഹാവ് ടു കീപ് സൈലൻറ്റ്. ഓക്കെ. അപ്പോൾ ചില സമയത്ത് മിണ്ടാതിരിക്കുന്നതും ഒരു ക്വാളിറ്റി തന്നെയാണ്. അപ്പോൾ ആലോചനയ്ക്ക് ശേഷം മാത്രം സംസാരിക്കുക. മറ്റുള്ളവരെ ഹേർട്ട് ചെയ്യാൻ സാധ്യതയുണ്ട്. അതുപോലെ പറഞ്ഞ് വഷളാവേണ്ട ആവശ്യം ഇല്ല. ഓക്കെ. അപ്പോൾ സ്നേഹം തോന്നുന്നവരോട് സ്നേഹമെന്ന് പ്രകടിപ്പിക്കണം. ദെൻ നൈറ്റ് ഓഫ് കപ്സ് ആണ്. നിങ്ങൾ അവോയ്ഡ് ചെയ്തിട്ടുള്ള ആളുകളായിരിക്കാം, നിങ്ങളെ അവോയ്ഡ് ചെയ്തിട്ടുള്ള ആളുകളായിരിക്കാം. അവർ നിങ്ങളിലേക്ക് വരാൻ ആഗ്രഹിക്കുന്നുണ്ട്, നിങ്ങളിലേക്ക് വരാൻ സാധ്യതയുണ്ട്. അവർ എന്തെങ്കിലുമൊക്കെ ഓഫറുകളായിട്ട് അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് നിങ്ങളോട് സംസാരിക്കാൻ വരാൻ സാധ്യതയുണ്ട്, നിങ്ങളിലേക്ക് അടുക്കാൻ ശ്രമിക്കാൻ സാധ്യതയുണ്ട്. മനസ്സുകൊണ്ടെങ്കിലും അവർ വരാൻ ആഗ്രഹിക്കുന്നു എന്ന് നിങ്ങൾക്ക് മനസ്സിലാകാൻ സാധ്യതയുണ്ട്. അതാണ് നൈറ്റ് ഓഫ് കപ്സ്. അതുപോലെ നിങ്ങൾക്കൊരു സഹായം കിട്ടാൻ സാധ്യതയുണ്ട്, ഒരു ജോബ് ഓഫർ കിട്ടാൻ സാധ്യതയുണ്ട്, ഒരു ജോലി, ഒരു സഹായം, ഒരു ഗിഫ്റ്റ്, ഒരു സർപ്രൈസ് ഒക്കെ കിട്ടാൻ സാധ്യതയുണ്ട്. മോസ്റ്റ്ലി നിങ്ങൾ കാത്തിരുന്ന ആളിൽ നിന്ന് ഒരു സന്ദേശമായിരിക്കാം, അല്ലെങ്കിൽ ആ ആൾ തന്നെ ഫിസിക്കലി നിങ്ങളുടെ അടുത്ത് വരുന്നതായിരിക്കാം. നിങ്ങളോട് പഴയ അതൊരു താല്പര്യമുണ്ട് എന്ന രീതിയിൽ നിങ്ങൾക്ക് മനസ്സിലാവുന്നതോ നിങ്ങളോട് പെരുമാറുന്നതോ ആകാൻ സാധ്യതയുണ്ട്. 3 ഓഫ് സോഡാണ്. ഇത് ഈ കപ്പ് ഓഫ് ലവ് കൊടുക്കുന്നത് ഈ 3 ഓഫ് കപ്പിലേക്കാണ്. അതായത് നിങ്ങളൊരു വൂണ്ടഡ് സോളാണ്, നിങ്ങളുടെ ഹൃദയം തകർന്നിട്ടാണ് ഉണ്ടായിരുന്നത്. അവിടേക്ക് ഒരു കപ്പ് ഓഫ് ലവ് വീണ്ടും ഓഫർ ചെയ്യുന്നതാണ്. അപ്പം ഹാർട്ട് ബ്രോക്കൺ ആയിരുന്ന ആളുകളായിരിക്കണം ഈ വീഡിയോ കാണുന്നത്. അപ്പോൾ നിങ്ങളുടെ ഹൃദയം, തകർന്ന ഹൃദയം, മുറിഞ്ഞ ഹൃദയം, സംഹൗ ഇറ്റ് വർക്ക്സ് എന്ന് പറയുന്ന പോലെ ഇറ്റ് ഈസ് സ്റ്റാബ്ഡ്, ഇറ്റ് ഈസ് ബ്രോക്കൺ ആൻഡ് ഇറ്റ് ഈസ് ഫോളൺ ഇൻ ടു പീസസ്, ബട്ട് സ്റ്റിൽ സംഹൗ ഇറ്റ് വർക്ക്സ് എന്ന് നമ്മൾ പറയത്തില്ലേ. കുത്തി കീറുകയും മുറിക്കുകയും തച്ചുടയ്ക്കുകയും ചെയ്തിട്ട് ഇപ്പോഴും എങ്ങനെയൊക്കെയോ അത് പ്രവർത്തിക്കുന്നു എന്ന് പറയുന്നത് ഒരു ഹാർട്ടാണിത്. ഇത് 3 വാളൊക്കെ തറച്ച് കയറിയിട്ടുള്ളൊരു ഹാർട്ടാണ്. അപ്പോൾ പാസ്റ്റിൽ യു വെയർ ബ്രോക്കൺ. പാസ്റ്റിൽ നിങ്ങൾ വളരെയധികം പെയിൻ അനുഭവിച്ചിട്ടുണ്ടാവും, ഡിപ്രഷൻ ആയിരുന്നിട്ടുണ്ടാവും, നിങ്ങൾ റിലേഷൻഷിപ്പിൽ വളരെ സ്ട്രഗിൾ ചെയ്തിട്ടുണ്ടാവും, നിങ്ങൾ കാത്തിരുന്നിട്ടുണ്ടാവും, ലെറ്റ് ഗോ ചെയ്തിട്ടുണ്ടാവും. അവിടേക്കാണ് നിങ്ങൾക്കൊരു ഓഫർ ഇന്ന ദിവസം വരാൻ പോകുന്നത്. അവിടേക്കൊരു ഓഫർ വരുന്നുണ്ട്. അപ്പോൾ ഹാർട്ട് ബ്രോക്കൺ ആയിരുന്ന ആളുകളെ സംബന്ധിച്ച് പ്രതീക്ഷിക്കാവുന്ന ഒരു ദിവസമാണ്. ഇത് കമ്മ്യൂണിക്കേഷൻ കാർഡാണ്. അപ്പോൾ ഒരു കമ്മ്യൂണിക്കേഷൻ കിട്ടാൻ സാധ്യതയുണ്ട്. നിങ്ങളുടെ ഫോണിലേക്ക് നിങ്ങൾ പ്രതീക്ഷിക്കാത്ത സമയത്ത് ആ വ്യക്തിയുടെ ഒരു കോള്, ഒരു മെസ്സേജ് വരാൻ സാധ്യതയുണ്ടെന്നാണ് അർത്ഥം. നിങ്ങളുടെ മാനിഫെസ്റ്റേഷൻസ് വർക്കാവുന്നു എന്നാണ്. നിങ്ങൾ എന്താഗ്രഹിച്ചോ അതിനെ വളരെ സ്റ്റക്കായി നിന്നതാണെങ്കിൽ അവിടെ ഒരു ചലനം ഉണ്ടാവുന്നു, അവിടെ ഒരു മൂവ്മെൻറ്റ് ഉണ്ടാവുന്നു, അവിടെ ഒരു
നിങ്ങൾ ആഗ്രഹിച്ച രീതിയിലുള്ളൊരു മൂവ്മെൻറ്റ് ഉണ്ടാകുന്നു എന്നാണ്. നിങ്ങളിലേക്ക് നിങ്ങളെ കാണാൻ ആരോ വരുന്നു എന്നാണ്. നിങ്ങൾ ആഗ്രഹിച്ച ആളാണ് നിങ്ങളെ കാണാൻ വരുന്നു എന്നാണ്. എയർ ട്രാവലിൻ്റെ കാർഡാണ്. അപ്പോൾ നിങ്ങൾക്ക് ചിലപ്പോൾ ഒരു ശുഭവാർത്ത കിട്ടുന്നതായിരിക്കാം, നിങ്ങൾക്കൊരു അപ്പോയിൻമെൻറ്റ് ഓർഡർ കിട്ടുന്നതായിരിക്കാം. നിങ്ങൾ എന്താണോ കാത്തിരുന്നത് അത് നിങ്ങളിലേക്ക് വരുന്നതാവാൻ സാധ്യതയുണ്ട്. ചിലപ്പോൾ പണമായിരിക്കാം കേട്ടോ, നിങ്ങൾക്ക് ധാരാളമായിട്ട് പണം വന്ന് കിട്ടാൻ സാധ്യതയുണ്ട്. ചിലപ്പോൾ ലോട്ടറി അടിക്കുകയോ അല്ലെങ്കിൽ ചിട്ടി കിട്ടുകയൊക്കെ ചെയ്യാനായിട്ട് സാധ്യതയുണ്ട്. പിന്നെ മോസ്റ്റ്ലി ഇത് കമ്മ്യൂണിക്കേഷൻ്റെ കാർഡാണ്, എയർ ട്രാവലിൻ്റെ കാർഡാണ്. മാനിഫെസ്റ്റേഷൻസ് വർക്കാവുന്നെന്നും ആക്ഷൻ എടുക്കണമെന്നും ആക്ഷൻ എടുത്താൽ വർക്കാവുമെന്നുള്ള കാർഡാണ്. ഓക്കെ, വളരെ പോസിറ്റീവായിട്ടുള്ള കാർഡാണേ. ദെൻ ബോട്ടം വന്നിരിക്കുന്നത് കിങ് ഓഫ് വാണ്ടാണ്. അപ്പോൾ നിങ്ങളുടെ ചിന്ത, നിങ്ങളുടെ പെർസെപ്ഷൻ, നിങ്ങളുടെ കാഴ്ചപ്പാടുകൾ മാറ്റേണ്ട സമയമായിരിക്കുന്നു. നിങ്ങൾ ഒരിടത്തേക്ക് തന്നെയാണ് നോക്കിയിരിക്കുന്നത്, അവിടെ നിങ്ങൾക്കൊരു ക്ലച്ച് പിടിക്കാൻ പറ്റുന്നില്ലെങ്കിൽ നിങ്ങളൊന്ന് മാറി ചിന്തിക്കുന്നത് നല്ലതായിരിക്കും. അപ്പോൾ നിങ്ങളുടെ ഇന്ന് ചിന്ത ചെറുതായിട്ട് ഇന്ന് ഡീവിയേറ്റ് ചെയ്യാൻ സാധ്യതയുണ്ട്. എന്നും ചിന്തിക്കുന്നതിൽ നിന്ന് മാറി നിങ്ങളിന്ന് ചിന്തിക്കാനായിട്ട് സാധ്യതയുണ്ട്. പിന്നെ ഇവിടെ നിങ്ങൾ നിങ്ങളുടെ ഒരു പാഷനെ ട്രേസ് ചെയ്ത് അതിൻ്റെ അച്ചീവ്മെൻറ്റ്, ഏറ്റവും ഹയർ അച്ചീവ്മെൻറ്റിൽ, ഏറ്റവും ഹയസ്റ്റ് അച്ചീവ്മെൻറ്റിലേക്ക് നിങ്ങൾ എത്തുന്നു എന്നാണ്. എന്തെങ്കിലും ഒരു അച്ചീവ്മെൻറ്റ് നിങ്ങൾക്ക് ഇന്ന് കിട്ടാൻ സാധ്യതയുണ്ട്, ഒരു റെക്കഗ്നീഷൻ നിങ്ങൾക്ക് കിട്ടാൻ സാധ്യതയുണ്ടെന്നാണ് കേട്ടോ. അപ്പോൾ ഇതൊക്കെയാണ് റീഡിംഗ് എന്ന് പറയുന്നത്. ഈ കിങ് ഓഫ് വാണ്ടിനകത്തെ ചിലപ്പോൾ നിങ്ങൾക്ക് ആരെങ്കിലും കാണുമ്പോൾ പെട്ടെന്നൊരു ക്രഷ് അടിക്കാനൊക്കെ സാധ്യതയുണ്ട്. ഡെയിലി കാണുന്ന ആളായിരിക്കുമെങ്കിൽ പോലും അവരോടൊരു ക്രഷ് തോന്നുക, ചിലപ്പം ആദ്യമായിട്ട് കാണുന്ന ആളായിരിക്കും അവരോടൊരു ക്രഷ് തോന്നുക. അങ്ങനെ ഒരു ക്രഷൊക്കെ തോന്നാൻ സാധ്യതയുള്ളൊരു ദിവസമായിട്ടാണ് കാണുന്നത് കേട്ടോ. അപ്പോൾ ഇത്രയാണ് ഇന്നത്തെ ഒരു റീഡിംഗ് എന്ന് പറയുന്നത്, ജനറൽ റീഡിംഗ് എന്ന് പറയുന്നത്. എന്താണ് ഏഞ്ചൽസ് തരുന്ന ഗൈഡൻസ് നോക്കാം. എന്താണ് ഏഞ്ചൽസ് തരുന്ന ഗൈഡൻസ്? എന്താണ് ഏഞ്ചൽസ് തരുന്ന ഗൈഡൻസ്? ഫസ്റ്റ് കാർഡ്, നോ നീഡ് ടു വറി. നിങ്ങൾ പേടിക്കണ്ട, യൂണിവേഴ്സ് നിങ്ങളുടെ കൂടെ തന്നെയുണ്ട്. നിങ്ങൾ ധൈര്യമായിട്ട് മുന്നോട്ട് വയ്ക്കൂ. ഒരു യെസ്സും കൂടെ വന്നിട്ടുണ്ട്, വളരെ പോസിറ്റീവാണ്. പിന്നെ ബോട്ടം വന്നിരിക്കുന്ന റൊമാൻസാണ്. അപ്പോൾ ഇന്ന് വളരെ വളരെ ഹാപ്പി ആയിട്ടുള്ളൊരു ദിവസമാണ്, വളരെ പോസിറ്റീവായിട്ടുള്ള ദിവസമാണ്. നിങ്ങൾ വീഡിയോ കാണുമ്പോൾ തന്നെ ഇന്നത്തെ ദിവസം ഞാൻ വളരെ ഹാപ്പി ആയിരിക്കുമെന്ന് പറയുക. നിങ്ങൾ എല്ലാവരോടും ഒന്ന് വളരെ സ്നേഹത്തോടു കൂടി പെരുമാറുമെന്ന് പറയുക. ഞാനിന്ന് കാണുന്നവരെല്ലാം ചിരിച്ച് കാണിക്കും. കാണുന്നവരെല്ലാം ചിരിച്ചാൽ അവർ വട്ടാന്ന് പറയും. അതുകൊണ്ട് പുഞ്ചിരിച്ചാൽ മതി. മുഖത്തൊരു ചിരി ഉണ്ടെങ്കിൽ കുറേ പ്രശ്നങ്ങളൊക്കെ ഒഴിവായി പോകാൻ സാധ്യതയുണ്ട്. ഓക്കെ, അപ്പോൾ അങ്ങനെ ചെയ്യുന്നത് നല്ലതായിരിക്കും. നല്ലൊരു പോസിറ്റീവ് എനർജിയിലിരിക്കുക, ഒരു പോസിറ്റീവ് എനർജി സ്പ്രെഡ് ചെയ്യുക. അപ്പോൾ പോസിറ്റീവ് എനർജി സ്പ്രെഡ് ചെയ്താൽ പോസിറ്റീവ് എനർജി നമുക്ക് തിരിച്ചു വരും കേട്ടോ. അപ്പോൾ ഇങ്ങനെയാണ് ഇന്നത്തെ ഒരു റീഡിംഗ് എന്ന് പറയുന്നത്. റീഡിംഗ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക. കമൻറ്റ് ചെയ്യാൻ ഇഷ്ടമുള്ളവർ കമൻറ്റും കൂടെ ചെയ്യുക. അപ്പോൾ താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് മൈ വീഡിയോ. നല്ലൊരു ദിവസം ആശംസിക്കുന്നു. വളരെ ഹാപ്പി ആയിട്ടും സന്തോഷമായിട്ടും സ്നേഹത്തോടെ ഇരിക്കാൻ പറ്റട്ടെ. അപ്പോൾ താങ്ക് യു സോ മച്ച്.